Hi friends, welcome back to my Easy Java class. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കറൻസീസ് എങ്ങനെയാണ് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസിൽ നിന്നും എങ്ങനെയാണ് ഡിഫറെന്റ് ടൈപ്സ് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ജാവ. ഒരു ജാവ പ്രോഗ്രാം ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാം. We have a list of currencies and how can you convert our Indian rupees into different types of currencies. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Let's do the program. Okay, let us read the question. What is the question? Write a menu-driven Java program to convert the Indian rupees to the following currencies. Read the amount from the user in Indian rupees. Using switch statements, display the equivalent amount of rupees to the currency selected by the user. There are some options also available in the table. What is the table? Let's read the currency value per rate. Dollar is equivalent to 71.74. That means $1 is equivalent to 71.74 rupees in Indian currency. Then pound is equal to 92.94 rupees. Euro is equal to 84.48 rupees. And 1 Swiss franc is equal to 78.55. And 1 Canada dollar is equal to 54.24. 1 Australian dollar is equal to 49.97. Singapore dollar is equal to 52.36. Bahrain dinar is equal to 190.30. Kuwait dinar is equal to 234.28. Oman Riyal is equal to 186.07. Saudi Riyal is equivalent to 19 rupees. And UAE Dirham is equivalent to 19.39 rupees. These are the available currencies. Okay. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു മെനു ഡ്രിവൺ ഇത്തരം കറൻസി നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ റുപ്പീസ് ഇതിൽ ഇതൊരു ലിസ്റ്റാണ്, കറൻസീസിന്റെ ലിസ്റ്റാണ്. അതിൽ ഏതിലാണോ യൂസർ ഓപ്റ്റ് ചെയ്യുന്നത് ആ കറൻസിയിലേക്ക് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട്, യൂസർ തരുന്ന എമൗണ്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. അതാണ് ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ മെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതിനുള്ളൊരു ഹിന്റ് ആണ് തന്നിരിക്കുന്നത്. ഓരോ ഇന്ത്യൻ റുപ്പീസിനും ഇക്വലന്റ് ആയിട്ടുള്ള കറൻസി ഓരോ കറൻസിക്കും ഇക്വലന്റ് ആയിട്ടുള്ള ഇന്ത്യൻ റുപ്പീസ് എത്രയാണെന്നുള്ളൊരു ടേബിളും ഡിസ്പ്ലേ ചെയ്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനു പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. യൂസർക്ക് ഇത്തരം കറൻസി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുണ്ടെന്നുള്ളൊരു ഫസ്റ്റ് തന്നെ ഒരു മെനു ലിസ്റ്റ് ചെയ്യാം. നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് പഠിച്ചതാണ് ഫസ്റ്റ് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് സ്കാനർ ക്ലാസ് യൂസ് ചെയ്തിട്ട്. ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. ഓക്കെ, ജാവ പ്രോഗ്രാം റൈറ്റ് ചെയ്യാനായിട്ട് ബ്ലൂ ജി എന്നുള്ളൊരു സിമ്പലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, ദെൻ യു വിൽ ഗെറ്റ്, നമുക്ക് ഇതുപോലെയുള്ളൊരു വിൻഡോ ആണ് ഫസ്റ്റ് തന്നെ കിട്ടുന്നത്. ഓക്കെ, ഈ വിൻഡോയിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ചെയ്യാൻ പോകുന്ന ക്ലാസ് ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോജക്റ്റ്. ആദ്യം തന്നെ പ്രോജക്റ്റിൽ നമ്മൾ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മളുടെ പ്രോജക്റ്റ് എവിടെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫസ്റ്റ് ഒരു ന്യൂ പ്രോജക്റ്റ് നമ്മളുടെ എല്ലാം പ്രോഗ്രാമും കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് ഫസ്റ്റ് ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ഏത് ഫോൾഡറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ ഫോൾഡറിൽ നമുക്ക് ഇതേപോലെ ഒരു പ്രോജക്റ്റ് ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ക്ലാസ് 9 എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് പാത്തിലാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കൊരു പുതിയ വിൻഡോ കിട്ടും. വിൽ ഗെറ്റ് ന്യൂ വിൻഡോ. ഇനി ഇവിടെ നമ്മൾ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ക്ലാസ്സുകൾ. ഞാനിവിടെ ഫസ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ന്യൂ ക്ലാസ് എന്നുള്ള ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ക്ലാസ്സിന് എന്ത് പേരാണോ കൊടുക്കുന്നത് ആ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. കറൻസി കൺവേർട്ട് എന്നാണ് ഞാൻ കൊടുക്കുന്ന പേര്. സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല. ഈ സെയിം പേര് തന്നെ നമ്മൾ ഇന്നർ പാർട്ടിലും എഡിറ്ററിലും കൊടുക്കണം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും, ഒരു ബോക്സ് കിട്ടും. ദെൻ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആയി വരും. ഓക്കെ, ഓപ്പൺ ആയി വരുന്നത് അതിന്റെ ഒരു എന്താ പറയാ ഒരു ടെക്സ്റ്റ് എഡിറ്റർ വിൻഡോയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഇവിടെ കുറെ ഹിന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ കൺട്രോൾ കൊടുത്ത് ഫുൾ ഡിലീറ്റ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ഓൺവേർഡ്സ് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിച്ചു, ആദ്യം തന്നെ നമ്മൾ സ്കാനർ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് ആദ്യം നമ്മൾ ഇമ്പോർട്ട് java.util.pack.star എന്നാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്ലാസിന്റെ പേര് കൊടുക്കണം. ക്ലാസിന്റെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നേരത്തെ നിങ്ങൾ കൊടുത്തിരുന്ന ക്ലാസിന്റെ പേര് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ക്ലാസിന്റെ പേര് ചേഞ്ച് ചെയ്യരുത്. അതുപോലെ സ്പേസ് യൂസ് ചെയ്ത് കൺവേർട്ട് കറൻസി അല്ലായിരുന്നു ഞാൻ കൊടുത്തപ്പോൾ തെറ്റിപ്പോയി.
സോറി ക്ലാസിന്റെ പേര് നമ്മൾ എപ്പോഴും സെയിം തന്നെ യൂസ് ചെയ്യുക. കറൻസി കൺവേർട്ട്. ഓക്കെ, കൺവേർട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, എൻ്റർ അടിക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എൻ്റർ അടിക്കാം. ഓക്കെ, ഇനി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യേണ്ട കറൻസിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ഓരോ ഇക്വലന്റ് കറൻസിയിലേക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോമൺ ആയിട്ടൊരു വേരിയബിൾ കറൻസി എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഫസ്റ്റ് തന്നെ ഡിക്ലെയർ ചെയ്യുന്നു. നമ്മൾ ഇക്വലന്റ് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കൊരു വേരിയബിൾ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പോയിന്റ് നമ്പേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ട് ഡബിൾ ആയിട്ടാണ് ഡിക്ലറേഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എൻ്റർ അടിക്കാം. ഓക്കെ, ഇനി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും, മെയിൻ. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, എൻ്റർ അടിക്കാം. നെക്സ്റ്റ് നമ്മുടെ നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്കാനർ ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. സ്കാനർ is equal to new space scanner bracket system dot in bracket രണ്ടും ക്ലോസ് ചെയ്യാം. ഓക്കെ, സെമിക്കോളൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മെനു പ്രൊവൈഡ് ചെയ്യുകയാണ് അല്ലേ. എന്താ ഏതൊക്കെ നമ്മളുടെ ഇതെന്നുള്ളത് ഏതൊക്കെ നമ്മൾ കൊടുക്കുന്ന കറൻസീസ് എന്നുള്ളതിന്റെ ഫസ്റ്റ് മെനു പ്രൊവൈഡ് ചെയ്യാം. ഞാൻ അതിന് വേണ്ടിയിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം. ഓക്കെ, ബ്രാക്കറ്റിൽ ഇൻവേർട്ടഡ് കോമ ഞാനൊരു ഹെഡിങ് കൊടുക്കുകയാണ്, കറൻസി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് കൺട്രോൾ സി വെച്ച് കോപ്പി ചെയ്തു, കൺട്രോൾ ഡി കൊടുത്തു. ഓക്കെ, ഞാൻ അണ്ടർലൈന് വേണ്ടിയിട്ട് ഓക്കെ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ഒരു സ്ലാഷ് ടി കൊടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇവിടെ ഒരു സ്ലാഷ് ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഭംഗിയിൽ വരും. അപ്പോൾ ഇവിടെ ഞാനൊരു സ്ലാഷ് ടി ആഡ് ചെയ്യുന്നുണ്ട്. സ്ലാഷ് ടി ഓക്കെ, സ്ലാഷ് ടി നിങ്ങൾക്ക് അറിയാം എന്തിനാണ് സ്ലാഷ് ടി കൊടുക്കുന്നത്. നമ്മളുടെ ടാബ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലാഷ് ടി അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്ഷൻസ് കൊടുക്കുകയാണ്. നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെനു ലിസ്റ്റ് ചെയ്യാണ് കറൻസീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്നത് ഡോളർ ആണ്. ഡോളർ, ദെൻ സ്ലാഷ് ടി. നെക്സ്റ്റ് 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്ന പൗണ്ട് ആണ്, പൗണ്ട് സ്ലാഷ് ടി. നെക്സ്റ്റ് 3 ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്നത് യൂറോ ആണ്, യൂറോ. Then 4th option next to Swiss franc. Then slash t വിട്ടു പോയത് സ്പേസ് അല്ലെങ്കിൽ ഇവിടെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഒന്നുകൂടി കൊടുക്കുകയാണ് ഇവിടെ സ്ലാഷ് ടി. ഓക്കെ, then 4th option and then 5th option Canada dollar, ഓക്കെ. ഞാൻ ഇത്രമാണ് ഫസ്റ്റ് ഇതിൽ കൊടുക്കുന്നത്. ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുന്നു, സെമിക്കോളൻ പ്രസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് എൻ്റർ അടിക്കുകയാണ്. നെക്സ്റ്റ് അടുത്ത ഓപ്ഷനാണ് കൊടുക്കുന്നത് 6 ഓൺവേർഡ്സ്. 6 ഓസ്ട്രേലിയൻ ഡോളർ, then slash t. Then 7th option സിംഗപ്പൂർ ഡോളർ. നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് കൊടുക്കുക എന്തൊക്കെയാണ് ഉള്ളതെന്ന്. Then slash t. Then 8th one Bahrain, ദിനാർ. ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യാണ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ സ്പേസ്. ഓക്കെ, നെക്സ്റ്റ് 9th one കുവൈറ്റ് ദിനാർ. Then slash t. Then 10th one Oman Riyal. Then slash t. Then Saudi Riyal. The last
last slash t Saudi Riyal I will give okay Saudi Riyal. Last one is 12th one. Okay, 12th one. What is that? UAE dirham. UAE space dirham. Okay, we finished the 12 currencies. Already we had given listed the menus. Then option തരും നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ int op എന്നൊരു വേരിയബിൾ യൂസ് ചെയ്യാണ്. ഞാനത് SC എന്നാണ് നമ്മൾ ഒബ്ജക്റ്റിന്റെ പേര് കൊടുത്തത്. SC ഡോട്ട് നെക്സ്റ്റ് int എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനിലേക്ക് റീഡ് ചെയ്തെടുക്കാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, സെമിക്കോളൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് റീഡ് ചെയ്യാം. യൂസറുടെ കയ്യിൽ നിന്ന് എൻ്റർ ദ എമൗണ്ട്. എമൗണ്ട് എത്ര രൂപയാണ് യൂസറുടെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറഞ്ഞത് ഇന്ത്യൻ റുപ്പീസ്. എമൗണ്ട് ഇൻ ഇന്ത്യൻ റുപ്പീസിൽ നമ്മളുടെ കയ്യിലുള്ള റുപ്പീസ് എത്രയാണെന്ന് എൻ്റർ ചെയ്യാനായിട്ട് യൂസറോട് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, നമ്മളത് റീഡ് ചെയ്തെടുക്കാം. അപ്പം ഇൻറ്റ് ഞാൻ അവരുടെ എമൗണ്ട് റീഡ് ചെയ്യാനായിട്ട് ഡബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ എമൗണ്ട് ഈക്വൽ ടു SC ഡോട്ട് നെക്സ്റ്റ് ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി. ഫസ്റ്റിന് നമ്മൾ ചെയ്തത് മെനു ലിസ്റ്റ് ചെയ്തു, ഓപ്ഷൻ റീഡ് ചെയ്തു, എമൗണ്ട് റീഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾക്ക് സ്വിച്ച് സ്റ്റാർട്ട് ചെയ്യാം. WITCH സ്വിച്ചിലേക്ക് നമ്മൾ ഏതാ പാസ് ചെയ്യേണ്ടത്? OP പാസ് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ നമ്പർ പാസ് ചെയ്തു, എൻ്റർ അടിക്കുക. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് എൻ്റർ. ഓക്കെ, കേസ് 1. ഓക്കെ, കേസ് 1 എന്ന് പറയുന്നത് ഫസ്റ്റിന് നമ്മൾക്ക് ഫസ്റ്റ് അറിയാം ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മനസ്സിലാവും. ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടായിരുന്നു ഡോളർ എന്ന് പറഞ്ഞാൽ 71.74 ആണ്. ഒരു റുപ്പി എന്ന് പറയുന്നത് ഒരു ഡോളർ എന്ന് പറയുന്നത് 71.74 റുപ്പീസ് ആണ്. അപ്പൊ നമ്മൾക്ക് ഇക്വലന്റ് എത്രയാണ് യൂസർ എൻ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഇക്വലന്റ് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ okay, currency is equal to amount divided by the equivalent എത്രയാണ് നമ്മളുടെ റേറ്റ് എന്ന് പറയുന്നത് 71.74. ഇതാണ് നമ്മളുടെ ഇക്വലന്റ് ഡോളർ റേറ്റ് തന്നിരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു എമൗണ്ട് ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു കറൻസിക്ക് ഇത്ര റുപ്പീസ് ആണ് ഇക്വലന്റ്. 71.74 റുപ്പീസ് ആണ് ഇക്വലന്റ് എങ്കിൽ നമ്മുടെ കയ്യിൽ ഫോർ എക്സാമ്പിൾ 1000 റുപ്പീസ് ആണുള്ളത്. അതെങ്ങനെ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യും? 1000 ഡിവൈഡഡ് ബൈ 71.74. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ കയ്യിലേക്ക് ഇക്വലന്റ് എമൗണ്ട് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ പോവാണ്. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് തന്നെ ഞാൻ ഇത്ര നമ്മളുടെ കയ്യിലുള്ള എമൗണ്ട് നമ്മൾ എമൗണ്ടിലാണ് റീഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇൻവേർട്ടഡ് കോമയിൽ നമ്മൾക്ക് റുപ്പീസ് എന്ന് കൊടുക്കാം. ഞാനിവിടെ സിമ്പിൾ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് റുപ്പീസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റുപ്പീസ് ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തു. പ്ലസ് നമ്മളുടെ കയ്യിലുള്ള എമൗണ്ട് നമ്മൾ എമൗണ്ടിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വീണ്ടും എനിക്ക് പ്ലസ് കൊടുത്തു, ഇൻവേർട്ടഡ് കോമ കൊടുത്തു. ഒരു റേറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇൻവേർട്ടഡ് കോമ കൊടുത്തു. പ്ലസ് നെക്സ്റ്റ് ഒരു സ്ലാഷ് ടി കൊടുക്കുകയാണ് നമ്മൾ. സ്ലാഷ് ടി. ഓക്കെ, അഗെയിൻ ഈക്വൽ, ദെൻ അഗെയിൻ സ്ലാഷ് ടി, ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യാണ്. ദെൻ പ്ലസ് ഇനി നമുക്ക് നമ്മളുടെ കയ്യിലുള്ള എല്ലാം പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് കറൻസി പ്രിന്റ് ചെയ്യണം. ഈക്വൽ ടു ഇത്ര കറൻസി എന്ന് പറയും. ഡോളർ ആണെങ്കിൽ ഡോളർ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ കറൻസിയിലാണ് നമ്മളുടെ കയ്യിലുള്ള എമൗണ്ട് കൺവേർട്ട് ചെയ്ത എമൗണ്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഞാൻ കറൻസി പ്രിന്റ് ചെയ്തു. ഇനി അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള പ്ലസ് ഇട്ടിട്ട് ഡോളർ എന്ന് പ്രിന്റ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ സിമ്പിൾ പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡോളർ എന്ന് തന്നെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. ദെൻ
നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്രേക്ക്. ഓക്കെ, ഇത്രയുള്ളൂ സ്റ്റെപ്പ്. സിമ്പിൾ തിങ്. നമ്മളെ ഫസ്റ്റ് കേസ് ഈസ് ഓവർ. ഓക്കെ, ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതങ്ങനെ തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യുക. എമൗണ്ട് ഇക്വലന്റ് എമൗണ്ട് ചെയ്താൽ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നെക്സ്റ്റ് കേസ് 2. ഞാൻ ഇത് തന്നെ കോപ്പിയാണ്. കേസ് 2 വരുത്തേണ്ട മാറ്റങ്ങൾ മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മതി. Ctrl+C എൻ്റർ അടിക്കുകയാണ്. Ctrl+V കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് കേസ് 2. കേസ് 2 ദെൻ എമൗണ്ട് നമ്മൾ പൗണ്ടാണ്. അപ്പോൾ പൗണ്ടിൽ വന്നിട്ട് എമൗണ്ട് തന്നിരിക്കുന്നത് 92. ഡിലീറ്റ് ചെയ്യാം. എമൗണ്ട് 92.94 എന്നാണ് എമൗണ്ട്. റേറ്റ് പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ ഇതെല്ലാം കറക്റ്റ് ആണ്. ഇനി വന്നിട്ട് ഡോളർ അല്ല, ഇവിടെ വന്നിട്ട് നമുക്ക് പൗണ്ട് എന്നാക്കി കൊടുക്കാം. ചേഞ്ച് ചെയ്യാം. പൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും എൻ്റർ അടിക്കാം. Ctrl+V കൊടുക്കാം. കേസ് 3. ഓക്കെ, 84.48. ഓക്കെ, യൂറോ. അപ്പം നമ്മൾ അതുപോലെ ഫസ്റ്റ് 3 കേസ് വരെ എഴുതുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇതുപോലെ തന്നെ എല്ലാത്തിനും ഇപ്പം 4th കേസ് നമുക്കറിയാം സ്വിസ് ഫ്രാങ്കിൽ. അപ്പോൾ സ്വിസ് ഫ്രാങ്കിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 78.55 ആണ്. അപ്പം അതിൻ്റെ എമൗണ്ട് ഇട്ട് ഡിവൈഡ് ചെയ്തു. സ്വിസ് ഫ്രാങ്കിൻ്റെ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് കാനഡ ഡോളർ ആണ്. അതിൻ്റെ റേറ്റ് 54.24. അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുക, എല്ലാം നമ്മൾ ഡിവിഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ, 6th കേസിൽ നമ്മൾ വന്നിട്ട് ഓസ്ട്രേലിയൻ ഡോളർ ആണ്. അപ്പം 49.97 കൊടുത്തു. ജസ്റ്റ് ആ വാല്യൂ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ പ്രിന്റിംഗ് പ്ലേസിൽ ഏതാണ് എമൗണ്ട് കറക്റ്റ് എമൗണ്ട് കൊടുക്കാം. ഓക്കെ, കറക്റ്റ് കറൻസിയുടെ പേര് കൊടുക്കാം. എമൗണ്ട് നെക്സ്റ്റ് വന്നിട്ട് സിംഗപ്പൂർ ഡോളർ ആണ് 7th ഓപ്ഷൻ. ദെൻ 8th ഓപ്ഷൻ ബഹ്റൈൻ, അതിൻ്റെ ഇക്വലന്റ് എമൗണ്ട് ഇവിടെ കൊടുത്തു. നെക്സ്റ്റ് കുവൈറ്റ് ദിനാർ ആണ്. ഇപ്പം കേസ് 9 കുവൈറ്റ് ദിനാർ കൊടുത്തു. കേസ് 10 ഒമാൻ റിയാലിന്റെ എമൗണ്ട് കൊടുത്തു. ഇതുപോലെ തന്നെ എല്ലാത്തിലും ബ്രേക്ക് ഇടാൻ മറന്നു പോകരുത്. സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യാം. കേസ് 11 നമ്മൾ സൗദി റിയാല കൊടുത്താണ്. കേസ് 12 UAE ദിർഹം. ഓക്കെ, അതുപോലെ ലാസ്റ്റ് നമുക്കിപ്പോൾ ഈ 12 ഓപ്ഷനെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതിലല്ലാതെ ഏതെങ്കിലും യൂസർ അറിയാതെ വേറെ ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇൻവാലിഡ് എൻട്രി എന്നൊരു മെസ്സേജ് കൊടുക്കണം. നമ്മൾ ഡീഫോൾട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. student.out.print എല്ലായ്പ്പോഴും നമ്മൾ ഇൻവാലിഡ് എൻട്രിക്ക് ഒരു ഓപ്ഷൻ കൊടുക്കണം. നോ കേസസ് മാച്ചസ് വിത്ത് ദീസ് ഓപ്ഷൻസ് ദെൻ we have to give an error message. നമ്മളൊരു എറർ മെസ്സേജ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ബ്രാക്കറ്റ് ഞാൻ സ്വിച്ചിൻ്റെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷന്റെ, നെക്സ്റ്റ് ക്ലാസ്സിന്റെ, ഇങ്ങനെ ഒരു 3 ബ്രാക്കറ്റും കൂടി ഇവിടെ ക്ലോസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം ഞാൻ ഒന്നും കൂടി റൺ ചെയ്ത് കാണിച്ചു തരാം. അതെ, ഫസ്റ്റ് ഓൺവേർഡ്സ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇമ്പോർട്ട് java.util കൊടുത്തു. ക്ലാസ്സിനൊരു പേര് കൊടുത്തു. പിന്നെ ഡബിൾ കറൻസി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എമൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എമൗണ്ട് കോമൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. പിന്നെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു സ്കാനർ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെനു ഡിസ്പ്ലേ ചെയ്തു. പിന്നെ ഓപ്ഷൻ നമ്പർ റീഡ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എമൗണ്ട് റീഡ് ചെയ്തു. ഇത്രയാണ് യൂസറുടെ കയ്യിൽ നിന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളത് ഓപ്ഷൻ നമ്പർ സ്വിച്ചിലേക്ക് പാസ് ചെയ്തു. ഇതിന്റെ ഓരോ കേസസ് ആയിട്ട് ഫസ്റ്റ് കേസിന് ഡോളർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഇക്വലന്റ് എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ കറക്റ്റ് നമ്മളത് ചെയ്യേണ്ട പ്രോസസ്സ്, മാത്തമാറ്റിക്കൽ പ്രോസസ്സ് ഇവിടെ എഴുതി കൊടുക്കുക. ജാവയുടെ സ്റ്റേറ്റ്മെന്റിൽ അതുപോലെ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് വേണ്ടത് നമുക്കറിയാം. /t ഒക്കെ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആവശ്യമുള്ളതൊക്കെ /t ഒക്കെ ഇൻവേർട്ടഡ് കോമ കൊടുക്കുക. വേരിയബിൾസിന്റെ വാല്യൂ വരുന്ന സമയത്ത് വേരിയബിളിന്റെ പേര് ഇൻവേർട്ടഡ് കോമ ഇല്ലാതെ കൊടുക്കുക. ഇത്രയുള്ളൂ ഡിഫറൻസ്. അങ്ങനെ നമ്മളൊരു 12 കേസസ് ചെയ്തു. ഓരോ കേസ് കഴിയുമ്പോഴും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ലാസ്റ്റ് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തത്. നമുക്ക് കമ്പയൽ ചെയ്യാം. ഞാൻ ഇവിടെ കമ്പയൽ ബട്ടണിൽ പ്രസ് ചെയ്തു. അപ്പൊ നോ സിൻടാക്സ് എറർ, കറക്റ്റ് ആണെങ്കിൽ നോ സിൻടാക്സ് എറർ എന്ന് മറ്റൊരു മെസ്സേജ് വന്നു. ഇനി നമ്മൾ ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ലൈൻസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കമ്പയൽ കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ നമുക്ക് കിട്ടും. നമ്മളിത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
ഫസ്റ്റ് തന്നെ ന്യൂ കറൻസി കൺവേർട്ട് എന്നുള്ളൊരു ഒബ്ജക്റ്റിന്റെ പേര് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ നെയിം ഓഫ് ഇൻസ്റ്റൻസ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ ഒബ്ജക്റ്റിന്റെ പേര് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, അല്ലെങ്കിൽ ഈ പേര് തന്നെ സ്വീകരിക്കാം. ഓക്കെ എന്നുള്ള പ്രസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ്, അപ്പൊ നമുക്ക് ഇവിടെ ഒരു റെഡ് കളറിലെ ബട്ടൺ കിട്ടും, അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മെയിൻ ഫംഗ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വിൻഡോ കിട്ടും. അപ്പൊ നമ്മളിവിടെ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അതാണ് ഫസ്റ്റ് കിടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഓപ്ഷനാണ് ഈ രണ്ടാമത് വന്നേക്കുന്നത് കറൻസി. ഡിഫറെന്റ് കറൻസി നമ്മൾ കൊടുത്തേക്കണ ഈ മെനു ഫസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടോ. 12 ടൈപ്സ്. ഇപ്പൊ ഡോളർ കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ട് പൗണ്ട് വന്നു, പിന്നെ യൂറോ. നമ്മൾ എവിടെയെല്ലാം ടാപ്പ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ സ്പേസ് ഇട്ട് വരും. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ സ്പേസ് കൂടിപ്പോയി കൊടുത്തത്, അതുകൊണ്ടാണ്. ഇപ്പൊ കറക്റ്റ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, വീണ്ടും എടുത്തിട്ട് /t ആവശ്യമുള്ള എടുത്ത് കൊടുക്കാം. ഓക്കെ, എൻ്റർ യുവർ ഓപ്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഞാനിവിടെ 4th ഓപ്ഷനാണ് പ്രസ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, എൻ്റർ അടിക്കാം. അപ്പൊ എമൗണ്ട് ചോദിച്ചു നമ്മളോട്, ഞാനൊരു 5000 റുപ്പീസ് കൊടുക്കുകയാണ്. എനിക്ക് 4th ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്വിസ് ഫ്രാങ്കിലേക്കാണ് എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ 5000 റുപ്പീസ് ആണ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്, എൻ്റർ അടിക്കാം. എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഇക്വലന്റ് സ്വിസ് ഫ്രാങ്ക് റുപ്പീസ് ഇതുപോലെ കൺവേർട്ട് 63 സ്വിസ് ഫ്രാങ്ക് ആണ് 5000ന് ഇക്വലന്റ് ആയിട്ട് വന്നത്. അതിവിടെ പോയിന്റ് നമ്പറിൽ വന്നിട്ടുണ്ട്. പോയിന്റ് നമ്പർ റൗണ്ട് ചെയ്യാണ്ടാ വന്നേക്കണെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി കൊടുക്കണം, mat.round off എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിനി ഇതുപോലെ കറക്റ്റ് ആയിട്ട് റൗണ്ട് ചെയ്ത് വരും. ഇത് ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് റീഡ് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇക്വലന്റ് എമൗണ്ട് കിട്ടി, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു എന്ന് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ പ്രോജക്റ്റ് ഒക്കെ നന്നായി ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾക്ക് കറൻസി കൺവേർട്ട് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഏത് ഓപ്ഷൻ കൊടുത്താലും വീണ്ടും നമ്മൾ ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും എടുക്കുക, ന്യൂ കറൻസി എടുക്കാം, ഓക്കെ കൊടുക്കാം. നെക്സ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, വൈഡ് മെയിൻ എടുക്കാം. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം ഞാൻ 8th ഓപ്ഷനാണ് എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർ അടിക്കാം. എന്നിട്ട് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 10,000 റുപ്പിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം 8th നമുക്ക് കൺവേർട്ട് ബഹ്റൈൻ ദിനാറിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും. 52 ബഹ്റൈൻ ദിനാറാണ് 10,000 ഏകദേശം ഇക്വലന്റ് ആയിട്ട് വരുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. റൗണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾക്കിപ്പം അത്ര വലിയ എമൗണ്ട് വേണ്ട. ഇതിപ്പോൾ റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്യണേക്ക് മുമ്പായിട്ട് ഇവിടെ math.round എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ അവൈലബിൾ ആണ് ജാവയിൽ. നമ്മൾ ഫംഗ്ഷൻസ് ഒന്നും പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോകണുള്ളൂ. ജസ്റ്റ് ഓർത്തിരിക്കുക, റൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ജസ്റ്റ് 10th ഓപ്ഷനിൽ മാത്രമാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പൊ 10th ഓപ്ഷൻ ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ക്ലോസ് ചെയ്യാം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ന്യൂ കറൻസി കൺവേർട്ട്, ഓക്കെ കൊടുക്കാം. നെക്സ്റ്റ് എടുക്കാം, വൈഡ് മെയിൻ കൊടുത്തു. ഓക്കെ, എൻ്റർ യുവർ ഓപ്ഷൻ. അപ്പം നമ്മൾ 10th കൊടുത്തോണ്ട് ഞാൻ 10 എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് കൊടുക്കുന്നത്. എൻ്റർ യുവർ എമൗണ്ട് ഞാനൊരു 25,000 കൊടുക്കുകയാണ്, എൻ്റർ കൊടുക്കാം. ഓക്കെ, നോക്കൂ ഇവിടെ കറക്റ്റ് ആയിട്ട് റൗണ്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 134.0 ഒമാൻ റിയാൽ കണ്ട. കറക്റ്റ് റൗണ്ട് ഇത്ര വലിയ നേരത്തെയൊക്കെ നോക്കി നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ വലിയ ഡിജിറ്റ്സ് ആണ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ റൗണ്ട് ചെയ്ത് mat.round എന്ന് കൊടുത്തത് കൊണ്ട് നമുക്ക് കറക്റ്റ് റൗണ്ട് ചെയ്ത് വന്നു 134.0. 25,000 ഇക്വലന്റ് ആയിട്ടുള്ള ഒമാൻ റിയാൽ എന്ന് പറഞ്ഞാൽ 134 ഒമാൻ റിയാൽ ആണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് വെരി ഈസി. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, mat.round ഒന്നുകൂടി കൊടുക്കുക അവിടെ. ഓക്കെ, പ്രോഗ്രാം ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടതാണ്. പ്രോഗ്രാംസ് വെരി സിമ്പിൾ. നമ്മളൊരു വലിയൊരു എത്ര വലിയ കറൻസികൾ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇപ്പം മെനു ഡ്രിവൺ പ്രോഗ്രാം. നമുക്ക് ഇതുപോലെ ഏത് ടൈപ്പ് ലിസ്റ്റ് കൊടുത്താലും മെനുവിൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പ്രോഗ്രാം നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. ഈ mat.round എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പം എല്ലാവരും ഇത് എഴുതിയെടുക്കാം, നന്നായി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇതേപോലുള്ള പ്രോഗ്രാംസ് വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ മ്യൂസിക്കോ അങ്ങനെയൊക്കെ വെച്ചിട്ട് മെനൂസ് ചെയ്ത് പഠിക്കുക എല്ലാവരും. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഫോർ ദ സ്റ്റുഡൻസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫോർ ദ പ്രോഗ്രാമേഴ്സ് ഓൾസോ. ജാവ പ്രോഗ്രാം ബേസിക്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ്. 10th ICSE ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും 9th സ്റ്റുഡൻസിനൊക്കെ ഇത് നല്ല ഹെൽപ്ഫുൾ ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ ഈ മെനു ഡ്രിവൺ പ്രോഗ്രാം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. കാണുമ്പോൾ വലിയ പ്രോഗ്രാമാണ്, പക്ഷെ ഇത് സിമ്പിൾ ആണ്. അതിൻ്റെ മെത്തേഡ്സ് എല്ലാം മനസ്സിലായി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, വേരിയബിൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ കറൻസി ടു ഫൈൻഡ് ദ കറൻസി, എമൗണ്ട് ടു എൻ്റർ ദ എമൗണ്ട്, OP ടു എൻ്റർ ദ ഓപ്ഷൻ നമ്പർ. ഇത്ര 3
കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. എൻ്റെ നേരത്തെയുള്ള വീഡിയോസ് കിട്ടാനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ നെക്സ്റ്റ് വീഡിയോസ് കിട്ടാനായി ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.